നമസ്കാരം. ഡാഡീസ് റോഡ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുകയും അതിൽ ഒരു വാഹനം എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആൻഡ്രോയിഡ് ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഐഫോണിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡാഡീസ് റോഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിൽ ഡാഡീസ് റോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഡാഡീസ് റോഡിൻ്റെ ഐക്കൺ കാണുവാൻ സാധിക്കും. ഡാഡീസ് റോഡിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡാഡീസ് റോഡ് ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ആകുന്നതാണ്. ഇൻസ്റ്റലേഷൻ പൂർണ്ണമായാൽ ഫോണിൽ ഡാഡീസ് റോഡിൻ്റെ ഐക്കൺ കാണാവുന്നതാണ്. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ആപ്പ് ഓപ്പൺ ആകും. ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ലോഗിൻ ബട്ടൺ തൊട്ട് താഴെയുള്ള ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ടു സൈൻ അപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ യൂസർ രജിസ്ട്രേഷന് വേണ്ടിയുള്ള വിവരങ്ങൾ നൽകാനുള്ള വിൻഡോ ഓപ്പൺ ആകും. ഇവിടെ ആദ്യം യൂസറിൻ്റെ പേര് എൻ്റർ ചെയ്യുക. അതിനുശേഷം പാസ്വേഡ്, റിപ്പീറ്റ് പാസ്വേഡ്, ഇമെയിൽ എന്നിവ കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക. ഓർക്കുക, ഈ കൊടുക്കുന്ന ഫോൺ നമ്പർ ആയിരിക്കും നിങ്ങളുടെ യൂസർ നെയിം. അതിനുശേഷം ഗെറ്റ് OTP ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ ഫോൺ നമ്പറിൽ ഉടനെ തന്നെ ഒരു OTP ലഭിക്കുന്നതായിരിക്കും. SMS ആയി ലഭിച്ച OTP വൺ ടൈം പാസ്വേഡ് എന്ന സ്ഥലത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം സൈൻ അപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ യൂസർ രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കുന്നു. തെറ്റായ OTPയോ തെറ്റായ റിപ്പീറ്റ് പാസ്വേഡോ കൊടുത്താൽ രജിസ്ട്രേഷൻ വിജയകരമാകണമെന്നില്ല. വിവരങ്ങൾ തെറ്റില്ലാതെ കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചാൽ ക്ലിക്ക് ടു ലോഗിൻ പ്രസ് ചെയ്താൽ ലോഗിൻ സ്ക്രീനിൽ പോകാൻ സാധിക്കും. ഇവിടെ യൂസർ നെയിമായി നിങ്ങളുടെ രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ ഫോൺ നമ്പറും പാസ്വേഡും നൽകുക. എന്നിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആപ്പിൽ ലോഗിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അഥവാ ഇൻവാലിഡ് ക്രെഡൻഷ്യൽ കാണിക്കുകയാണെങ്കിൽ യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് തെറ്റാകാനാണ് സാധ്യത. പാസ്വേഡ് മറന്നുപോയെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ കൊടുത്ത് ഫോൺ നമ്പർ കൊടുത്താൽ പുതിയ പാസ്വേഡ് SMS ആയി ലഭിക്കുന്നതാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാഹനം ആഡ് ചെയ്യാവുന്നതാണ്. ഇതിന് ആഡ് ന്യൂ വെഹിക്കിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ഏത് തരം വാഹനമാണ് സെലക്ട് ചെയ്യുക. കാർ ആണോ, ബൈക്ക് ആണോ, ട്രക്ക് ആണോ എന്നൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വാഹന നിർമ്മാതാവ് ആരാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം വാഹനത്തിൻ്റെ മോഡൽ അല്ലെങ്കിൽ വേരിയൻറ്റ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ വാഹനത്തിൻ്റെ മോഡൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ വാഹനത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുക. വാഹനത്തിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാനും ഇവിടെ ഓപ്ഷനുണ്ട്. അതിനുശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ വാഹനം രജിസ്റ്റർ ആകും. ഇങ്ങനെ എത്ര വാഹനം വേണമെങ്കിലും ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്യാവുന്ന. വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്യാനും ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. വാഹനത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ഡോക്യുമെൻറ്റ്സ് ആൻഡ് റിമൈൻഡേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ RC, ഇൻഷുറൻസ്, പൊല്യൂഷൻസ്, ബിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. റിന്യൂ ചെയ്യേണ്ടുന്ന തീയതി റിമൈൻഡറും ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. റിമൈൻഡർ സെറ്റ് ചെയ്താൽ ഇൻഷുറൻസിൻ്റെയും പൊല്യൂഷൻ്റെയും കാലാവധി കഴിയാറാകുമ്പോൾ ആപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കും. ഈ ആപ്പിൽ 2 എമർജൻസി നമ്പർ കൂടി സേവ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് എപ്പിസോഡിൽ QR കോഡും GPS ട്രാക്കറും സെറ്റപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും.